വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ പ്രൊഫഷൻ പറഞ്ഞു, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചു, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്. വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ? മഞ്ജുപിള്ള വളർത്തിയ മകളെ നീ അതാണോ ഉദ്ദേശിക്കുന്നത്? തിരുനാക്ക് വളച്ചാൽ അപ്പടിയുള്ളൂ. ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? ചില സമയത്തെ തന്നെ പെരുമാറ്റം കാണാൻ തന്തയ്ക്ക് പറക്കാത്തതാണെന്ന് തന്നെ തോന്നും. അത് തോന്നലല്ല, ശരി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്. അതേ ഞാൻ ചെയ്തുള്ളൂ. അത് വല്ലതും ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ, മണ്ടത്തരം പറയല്ലേ. അതിൽ കുറെ ഹേറ്റ് കംസ്. ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം, ഒരു ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. ആ പറഞ്ഞാണെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പിന്നെ ഇവളാരാ? കറുമ്പി മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നേ? മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി. വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കലേ? എനിക്ക് സഹതാപമുള്ള അവരടുത്ത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോ അവര് ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാര്. അവർക്ക് എന്ത് റെസ്പെക്ട് നമ്മൾ കൊടുക്കണ്ടേ? ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മള് ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവര് തയ്യാറാണോ? ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പമായിരുന്നു. എന്തിന്? ഞാൻ അവരുടെ ചെലവിലല്ലേ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവര് പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുടങ്ങാൻ ഞാനില്ല. മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കും. എന്റെ കൊച്ചിനെ പറയുന്നോടാന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ പ്രൊഫഷൻ പറഞ്ഞു, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ച, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പോകും. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട കത്തിച്ചോളാം. അയ്യോ